ആറ്റുകാൽ പൊങ്കാല നാളെ. പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേവീ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ പാർവതിയാണ് ആറ്റുകാലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഭവ്യ, നാളെയാണ് പൊങ്കാലയെങ്കിലും ഇന്നേ അതിൻ്റെ ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. പക്ഷേ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് തന്നെ എത്തുക, അതിൽ തന്നെ ഈ ക്ഷേത്രത്തിനോടടുത്ത് പൊങ്കാലയർപ്പിക്കാനൊക്കെയുള്ള അവസരം ലഭിക്കുമോ എന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്കിലേക്ക് കടന്നോ? തീർച്ചയായും കെ പി പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ തിരക്ക് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം തിരക്കാണ്. നമ്മൾ രാവിലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിയിൽ തന്നെ മുഴുവൻ, അതും അതിരാവിലെ ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഫുൾ ബ്ലോക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തിരക്കാണ്. ഇവിടെ റോഡിലാണ് ക്ഷേത്ര ദർശനത്തിനായിട്ടുള്ള ക്യൂ ഉള്ളത്. എന്തായാലും 9ാമത്തെ ദിവസമാണിത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നാളെയാണ് എന്തായാലും ഈ തിളച്ചു പൊന്തുന്ന പൊങ്കാല കലങ്ങളിൽ ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹ തീർത്ഥം ഏറ്റുവാങ്ങാനുള്ള ഭക്തലക്ഷങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇനി ഈ ഒരു പകൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാം. അത്രമാത്രം അഭൂതപൂർവമായ തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നീണ്ട ക്യൂവിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും പൊങ്കാലയ്ക്ക് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ നാട് മുഴുവൻ യാഗശാലയാവാൻ ഒരൊറ്റ ദിവസത്തെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം പൂർണ്ണമാകേണ്ട കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അത്രമാത്രം വലിയ തിരക്കുണ്ട്. എന്തായാലും പൂർണ്ണമായും അനന്തപുരി ആറ്റുകാൽ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാലയ്ക്കായി, പൊങ്കാലയെ വരവേൽക്കാനായി. എന്തായാലും ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കിതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. മണിക്കൂറുകളായി, നേരം പുലരുന്നതിന് മുൻപ് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ചെങ്ങന്നൂര്. എപ്പോ വന്നു ഇവിടെ? ഇന്നലെ വന്നു ക്യൂ നിൽക്കുവാണോ? ഇന്നലെ നിൽക്കുവാണോ? അല്ല, വെളുപ്പിന് 5 മണി തൊട്ട് നിൽക്കുക. 5 മണി തൊട്ട് ഇവിടെ ഒരു വെള്ളം ഒന്നും കിട്ടില്ല. കുറെ പേര് മയങ്ങി വീഴുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി വെള്ളം എടുത്ത് കുറെ പേർക്ക് തന്നു. അങ്ങനെയൊക്കെ നിൽക്കുക. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്, എല്ലാം റെഡിയായി നിൽക്കുക. കണ്ടിട്ട് പോയി നാളെ പൊങ്കാല ഇടണം. ചേച്ചി എവിടുന്നാ? ഞാൻ ചെറായിന്ന്. നാളെ പൊങ്കാല ഇടുന്നില്ല? നാളെ പൊങ്കാല ഇടണം. എപ്പോ വന്നു ഇവിടെ? ഇവിടെ 3:30 വന്ന്. 3:30 വന്ന് നിൽക്കുവാണ്. അതാണ് കെ പി ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ പുലർച്ചെ മുതലേ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇതാ 3 മണി മുതലും 2 മണി മുതലും ഒക്കെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആളുകളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ്. എല്ലാ വർഷം വരാറുണ്ടോ? അല്ല, ഫസ്റ്റ് ടൈമാ. ആദ്യമായിട്ട് പൊങ്കാലയിടാൻ വരുവാണ്? അതെ. എവിടെ ഇടുന്നേ? ഞങ്ങള് ആ ഒരു സാൻ വ്യൂ ഒരു ഹോട്ടലില്ലേ, അതിന്റെ മുന്നിൽ. ശരി, അവർക്കൊക്കെ പൂർത്തിയായി. തൊഴുതിട്ട് നേരെ പോവാന്നല്ലേ? വെള്ളം തരാൻ പറയണേ, നമുക്കെല്ലാം കുടിക്കാൻ കുറച്ച് വെള്ളം തരാൻ പറയണം. ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ വെള്ളം അത്യാവശ്യം, കുറെ പേര് മയങ്ങി വീണു ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഒന്ന് പറയുക. അതാണ്, ഇവർക്കൊന്നും കുറെ പേർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പറയാനുള്ളത്. രാവിലെ മുതൽ നിൽക്കുന്ന ആളുകളാണ്. കുറെ പേർ മയങ്ങി വീഴുന്നു എന്ന് പറയുന്നു. കുറെ പേർക്ക് വെള്ളം ഭക്ഷണവും കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ എവിടുന്നാ? ഞാൻ കായംകുളം. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാനിപ്പോ ഒരു 20 വർഷങ്ങളിലേക്ക് കാണും. 20 വർഷം കൊണ്ട് വരുന്നുണ്ട്. 20 വർഷം കൊണ്ട് ഞാനും എന്റെ ഭാര്യയും പിന്നെ കുറച്ച് പേരുണ്ട്, അവരെല്ലാം ഫ്രണ്ടിലുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ശാസ്താംകോട്ട. നാളെ പൊങ്കാല ഇടുന്നില്ലേ? ഉണ്ട്. ഒരുക്കൊക്കെ പൂർത്തിയായി. അതാണ്, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ നീണ്ട ക്യൂ ആണ് ഇവിടെയുള്ളത്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായി പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അനന്തപുരി യാഗശാലയാകാൻ പൂർണ്ണമായും സ്ത്രീകൾ കൈയടക്കാൻ, സ്ത്രീകളുടെ മഹോത്സവം
ഉത്സവം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം KP. അപ്പോൾ പൂർണ്ണമായും ഈ നഗരം മുഴുവൻ സ്ത്രീകൾ കൈയടക്കാൻ ഇനി ഒരൊറ്റ ദിവസം മാത്രമേ. കഴിഞ്ഞ 9 ദിവസമായി ഈ നാട് മുഴുവൻ ആഘോഷ ലഹരിയിലാണ്. അതിന്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാളെ ഒരു ദിവസത്തോടു കൂടി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതോടുകൂടി പൂർണ്ണമായും ഈ ഒരു നാട് ഉത്സവ ലഹരിയിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സ്ത്രീകൾ കൈയടക്കി. നമുക്ക് റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ KP കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി റോഡ് മുഴുവൻ പൊങ്കാല കലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക റോഡുകൾ മുഴുവൻ പൂർണ്ണമായും ആളുകൾ കൈയടക്കുന്ന അല്ലെങ്കിൽ അമ്മമാർ സഹോദരിമാർ കൈയടക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇന്ന് മുതൽ തന്നെ അവർ അവരുടെ ഇരിപ്പിടങ്ങൾ എവിടെയാണോ പൊങ്കാല അർപ്പിക്കാനുള്ളത് ആ റോഡ് മുഴുവൻ കൈയടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ചേച്ചി എവിടുന്ന വരുന്നേ? ശാസ്താംകോട്ട. എല്ലാ വർഷവും വരാറുണ്ടോ? 2 വർഷം കൊണ്ട് വരുന്നു. നാളെ പൊങ്കാല ഇടുന്നില്ലേ? കുറെ നേരമായി ക്യൂ നിൽക്കുന്നത്. ആകിച്ചിരിക്കും നമ്മള്, വെള്ളം പോലും ഇല്ലാതെ. വെള്ളമില്ല എന്ന് പറയാം കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കാം. എവിടുന്ന് വരുന്നേ? മുണ്ടക്കയം. എല്ലാ വർഷവും വരാറുള്ള നാളെ പൊങ്കാല ഇടുന്നുണ്ട്. എവിടെ ഇടുന്നേ? മണക്കാട്. അവിടുന്ന് കുറെ ചേച്ചിമാര് ഏന്തി നോക്കുന്നു. നമുക്ക് അവര് വയനാട്ടിൽ നിന്ന് വരുന്നേ. ഞാൻ കോഴിക്കോടാ. എല്ലാ വർഷവും വരാറുണ്ടോ? കിട്ടിയോ? 2-3 പേര് വീണവർക്ക് ഞങ്ങൾ കൊടുത്തു. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുക. എപ്പോ വന്ന് നിൽക്കുന്നു? ഞങ്ങൾ വെളുപ്പിന് 4:30 ആയിരുന്നു. 4 മണിക്ക് വന്ന് നിൽക്കും അല്ലേ? വെള്ളത്തിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. വെള്ളത്തിന്റെ കാര്യം ബോംബെന്ന് വരുവാണ്. വളരെ തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് തൊടാൻ പറ്റിയില്ല. ഇനി വൈകുന്നേരം ഒന്നുകൂടെ നോക്കണം. നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും ചെയ്യണം. പൊങ്കാല നാളെ ഇടും. ഭാര്യ ഇടുന്നു. എനിക്ക് ഇടാൻ പറ്റില്ല. പൊങ്കാല ഇട്ടിട്ട് നാളെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല തിരക്കാണ്. അപ്പം തിരിച്ചു പോവും. പിന്നെ വീണ്ടും വരിക. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. അതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആറ്റുകാലിൽ തിരുവനന്തപുരംകാർ മാത്രമല്ല, അല്ലെങ്കിൽ സമീപ ജില്ലക്കാർ മാത്രമല്ല, അന്യനാട്ടിൽ നിന്ന് പോലും, നമ്മുടെ കേരളത്തിനപ്പുറത്ത് നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു, അല്ലെങ്കിൽ വിദേശികൾ പോലും ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഈ തിരുവനന്തപുരത്തിന് അപ്പുറത്തോട്ട് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ മുഴുവൻ ആഘോഷമായി ആറ്റുകാൽ പൊങ്കാല മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുലർച്ചെ മുതൽ ഇവിടെ ആളുകൾ എത്തി നിൽക്കുന്നു. ഇവരൊക്കെ ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും പറയാനുള്ളത് വെള്ളം കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ എന്നാൽ പോലും കാണാൻ സാധിക്കുന്ന അധികൃതർ കൃത്യമായി കഴിയുന്നത്ര പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ അത്രമാത്രം ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നിടത്തിലേക്ക് എത്താനുള്ള ചില പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വെള്ളത്തിന്റെയൊക്കെ ഒരു ചെറിയ കുറവെങ്കിലും കാണുന്നത്. എന്നാലും അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിരക്കാണ്. നമുക്കിതാ കൃത്യമായി ഇടപെടൽ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അത്രമാത്രം വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഭക്തജന ലക്ഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട ക്യൂ എന്നൊന്നും പറഞ്ഞാൽ അത് വളരെ കുറവായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം തിരക്കാണ്. ഈ നിൽക്കുന്ന ഭക്തർ ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ പൊങ്കാല കലങ്ങൾ തിളച്ചു പൊന്താൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തിരക്കുണ്ട് ഇവിടെ. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. ഈ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. മോൾ എവിടുന്നാ വരുന്നേ? കൊല്ലം. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ വന്ന് നിൽക്കുന്നു ഇവിടെ ക്യൂ? 5 മണിക്ക് വന്ന് നിൽക്കുവാണല്ലേ? ആറ്റുകാലമ്മയുടെ ഭക്തിയാണോ? എല്ലാ വർഷം വരാറുണ്ടോ? അതാണ്. കുട്ടികളടക്കം ഉള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി ആളുകളുണ്ട്. എന്തായാലും ഈ ഒരു നാട് മുഴുവൻ പൊങ്കാല അർപ്പിക്കാനായി കാത്തിരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല എന്ന പുണ്യ കാഴ്ചയിലേക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് വനിതകളാണ് പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തുന്നത്. ഏറ്റവും വലിയൊരു സ്ത്രീ കൂട്ടായ്മയായി അല്ലെങ്കിൽ സ്ത്രീ കൂട്ടായ്മയുടെ സംഗമമായി തലസ്ഥാന നഗരി മാറാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പകൽ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അനന്തപുരിയിലെങ്ങും ഇപ്പോൾ ദേവീ മന്ത്ര ധ്വനികളാണ്. എല്ലാ വഴികളും ആറ്റുകാലിലേക്കാണോ നീങ്ങുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അത്രമാത്രം തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദേവിയെ കണ്ട് വണങ്ങാനെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് ഈ സ്ഥലത്ത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്ക്
കാണാം. നിരവധി ചെറിയ ചെറിയ പരാതികൾ, അതിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമുക്കിവിടെ ഏതാ 2 കുഞ്ഞുങ്ങളെ കാണാം. എവിടുന്നാ വരുന്നേ? പേരെന്താ? ആദിത്യ. എപ്പോഴാ വന്ന് നിൽക്കുന്നേ ആദിത്യ? കുറെ നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? എത്രയിലാ പഠിക്കുന്നേ? 3-ലാണോ? ഒരു പാട്ട് പാടിത്തരുമോ? പാട്ട് പാടും തോന്നല്ല കണ്ടിട്ട്. ആണോ? മോളുടെ പേരെന്താ? അശ്വതി. ഇപ്പഴാ വന്ന് നിൽക്കുന്നേ? എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്നാണോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ആണോ? ക്യൂ നിന്ന് മടുത്തോ? എങ്ങനെങ്കിലും ഒന്ന് അകത്ത് കയറിയാൽ മതി എന്നാണോ? എങ്ങനെങ്കിലും ഒന്ന് അകത്തോട്ട് കയറിയാൽ മതി എന്നാണോ? അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര നാണമാണ്. വിജിന്റെ പേരെന്താ? എവിടുന്നാ വരുന്നേ? പൊങ്കാലയിടുന്നില്ലേ? ക്യൂ എപ്പം നിൽക്കാൻ തുടങ്ങിയതാ? 3:30 നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? ഇനിയും കുറെ കടമ്പ കിടക്കണം അങ്ങ് എത്തണമെങ്കിൽ അല്ലേ? ഓക്കെ. ചേച്ചി പേരെന്തുവാ? സോണിയ. എവിടുന്നാ വരുന്നേ? കാഞ്ഞിരപ്പള്ളി. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. എങ്ങനെയുണ്ട് ഈ വർഷം? ഒരുക്കൊക്കെ പൂർത്തിയായോ? ഭയങ്കര തിരക്കാണ്. എവിടുന്നാ പൊങ്കാലിടുന്നേ? ഞങ്ങൾ ഇത് കുറച്ചപ്പുറത്ത്. എല്ലാ വർഷം അവിടെയാണോ ഇടാ? എല്ലാ വർഷം ഇവിടെ. എന്ത് പേര്? ലത. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൊല്ലം തെക്കുമ്പോ. കൊല്ലംകാരാണ് എല്ലാവരും. എല്ലാ വർഷം വരാറുണ്ട്. ഓക്കെ. അതാണ്. അപ്പം കുറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറെ പേര് പുറത്തു നിന്ന് തന്നെ വന്ന് തിരിച്ചു പോകുകയാണ്. കാരണം ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരമായാലും ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ദേവിയെ തൊഴാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ കണ്ടേ മടങ്ങൂ, ദേവിയെ കണ്ടേ മടങ്ങൂ, പ്രാർത്ഥിച്ചേ തൊഴുതേ മടങ്ങൂ എന്ന് പറഞ്ഞ് എത്ര മണിക്കൂറായാലും വേണ്ടിയില്ല, ആറ്റുകാലമ്മയെ തൊഴുതതിനു ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. കാരണം അവരാണ് 3 മണി മുതലും 2 മണി മുതലൊക്കെ ക്യൂ നിന്ന് ദേവിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ. ചില ആളുകൾ ഇതാ മുൻപിൽ നിന്ന് തൊഴുത് തിരിച്ച് പോകുന്ന ആളുകളെയും കാണാം. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം. കുറേ പേര് നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്കും കൂടെ പോവാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ കരുനാഗപ്പള്ളി. റെസ്റ്റ് എടുക്കുവാണോ? തൊഴുതോ? ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുവാണോ? ഇവിടെ പൊങ്കാല ഇടുന്നേ? അയ്യപ്പൻ നടയിൽ മുൻപ് തന്നെ ഇടുവാണല്ലേ? എവിടുന്നാ വരുന്നെന്ന് പറഞ്ഞേ? കരുനാഗപ്പള്ളിക്കാരെയാണ് നമ്മൾ. കുറെ പേര് പ്രതികരണം ചോദിച്ചതിൽ കൂടുതൽ പേരും കരുനാഗപ്പള്ളിക്കാരാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ചേച്ചി റെസ്റ്റ് എടുത്തിരിക്കുവാണോ? അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല മോളെ, വയ്യാത്തോണ്ട് ഇവിടെ ഇരിക്കുക. കേറിയിട്ടില്ലേ? അപ്പം കയറിയില്ല. നാളെ ഇവിടെയാണോ പൊങ്കാല ഇടുന്നത്? ആ അമ്പലം അവിടെ ഒരു ഗ്രൗണ്ടില്. പേരെന്തുവാ? പേര് ഷീല. അതാണ്. ഇവർക്കൊക്കെ ക്ഷേത്രത്തിൽ കയറാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കയറാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകളാണ്. എന്നാലും ദേവിയുടെ നടയിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകളാണ്. മോൻ എവിടുന്നാ വരുന്നേ? ക്ഷേത്രത്തിൽ പോയോ? തൊഴുതോ? ദേവിയെ തൊഴുതോ? പേരെന്താ? എത്രയല്ലേ പഠിക്കുന്നേ? 3. അമ്മയ്ക്കൊപ്പം പൊങ്കാലിടാൻ വന്നേ ആണോ? സഹായിക്കോ നാളെ അമ്മയെ? അതിന് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. എന്തായാലും അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നാന്നാ പറയുന്നേ. അത് 2 സുന്ദരി കുട്ടികളെ നമുക്ക് കാണാം. പേരെന്താ? മോളുടെ പേരെന്താ? മാളവിക. എവിടുന്നാ വരുന്നേ രണ്ടാളും? കൊല്ലംകാരാണല്ലോ ഇവിടെ കൂടുതലുള്ള. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സംസാരിക്കുന്നവരൊക്കെ കൊല്ലംകാരാണോ? ആണോ? എത്രയല്ലേ പഠിക്കുന്ന രണ്ടാളും? 5-ല് 6-ല്. എന്താ ഇത്ര നാണം? തൊഴുതോ? അമ്മയെ തൊഴുതോ? ആണോ? എല്ലാ വർഷം വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നായിരുന്നോ? എന്നിട്ട് പ്രാർത്ഥിച്ച കാര്യമൊക്കെ നടന്നോ? ആണോ? എന്താ നടന്നേ? എക്സാമിന് മാർക്ക് കിട്ടണം. എന്നിട്ട് മാർക്ക് കിട്ടിയോ? ഇല്ലല്ലോ. എക്സാമിന് ക്രിസ്മസിന് 2 ബി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നോ? എ ഗ്രേഡ്. ഒരു പാട്ട് പാടിത്തരുമോ? നാണോ? ഓക്കെ. അപ്പൊ അതാണ്. ചെറിയ കുട്ടികളാണ് 2 പേരും. അപ്പം അപ്പം എന്തായാലും അവർ പറയുന്നത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ വർഷം അത് ആ ആഗ്രഹം നടന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് കാണാം. ഇതാ ഇവിടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ കുറെ പേരെ കണ്ടു. അവരൊക്കെ ക്ഷേത്ര ദർശനം സാധിക്കാതെ വന്ന് ഇരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വന്ന് ഇരിക്കുന്ന ആളുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ ആറ്റുകാൽ എപ്പോഴും സ്ത്രീകൾക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ത്രീകളെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം സ്ത്രീകളുണ്ടോ എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. പക്ഷെ അത് ആ സംശയം തീർക്കാൻ ഇവിടെ വന്നാൽ മതി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മോളുടെ പേരെന്താ? ആദിലക്ഷ്മി. എവിടുന്നാ വരുന്നേ?
ശാസ്ത്ര ആഹാ, എത്രല്ല പഠിക്കുന്നേ? 5-ല്. 5ാം ക്ലാസ് പഠിക്കുവാണ്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? ആദ്യമായിട്ട് വരുവാണ്. ഞങ്ങളെല്ലാ വർഷവും വരും. ആദ്യമായിട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? ആറ്റുകാലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ആഹാ, പ്രാർത്ഥിച്ചോ? എപ്പോ വന്ന് നിക്കുവാ ക്യൂയിൽ കയറിയില്ല. ഭവ്യയാണ് ആറ്റുകാൽ പരിസരത്ത് നിന്ന് കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത്. തിരുവനന്തപുരം നഗരം യാഗശാലയായി മാറാൻ പോകുന്ന സാഹചര്യം. അവിടെ ബാംഗ്ലൂരിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധിയായ ഭക്തർ ആണ് എത്തിയിട്ടുള്ളത്. പുലർച്ചെ 3 മണിക്കൊക്കെ എത്തിയവർക്ക് പോലും ഇപ്പോഴും ദർശനം നടത്താൻ സാധിക്കുന്നില്ല. കുടിവെള്ളം ഉൾപ്പെടെ കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. തീർച്ചയായും അത് ക്ഷേത്രം ഭാരവാഹികൾ കൃത്യമായി പരിഹരിക്കേണ്ട ഒന്ന് തന്നെയാണ്.